അസ്സലാമു ഫ്രണ്ട്സ്. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു ശർക്കര പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചവ്വരിയാണ്. ചവ്വരി സാബുനരിയില്ലേ, അതാണ്. അത് ഞാൻ തലേദിവസം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മത്തങ്ങയാണ്. അപ്പോൾ മത്തങ്ങ എടുത്തിട്ടുള്ളത് 350 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. കുക്കറിൻ്റെ ആവശ്യമില്ല, മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളമൊഴിച്ച് ഒരൊറ്റ വിസിൽ അടിച്ചിട്ടാണ് ഞാൻ അത് വേവിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞു പോവും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരൊറ്റ വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിലടിഞ്ഞപ്പോഴത്തേക്ക് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുതിർത്താൻ വെച്ച സാബുനരി അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് സാബുനരി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാബുനരി പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ സാബുനരി വെന്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, ചെറിയ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ടാവുമെന്ന്. ഇപ്പം നമ്മുടെ സാബുനരിയൊക്കെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. സാബുനരി വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാബുനരി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നീര്, ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ശർക്കര നീര് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മധുരം കറക്റ്റാണോ, നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്ന് നോക്കി നോക്കുക. അങ്ങനെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര നീര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉരുക്കി അരിച്ചെടുത്ത ശർക്കര നീരാണ്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കേണ്ടത്. അപ്പോൾ ഈ മത്തങ്ങയിലും സാബുനരിയിലൊക്കെ ഈ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര നീര് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഈ ശർക്കര നീരൊക്കെ ഇതിൽ പിടിച്ച് നന്നായി ഒന്ന് മധുരമൊക്കെ ഇതിൽ പിടിച്ച് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങ വേവിച്ചെടുക്കുമ്പോൾ 2ാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിലല്ലാണ്ട് നമ്മൾ പാത്രത്തിലിട്ട് വേവിക്കണേ 2ാം പാൽ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല തിക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശർക്കര നീരൊക്കെ മത്തങ്ങയിൽ സാബുനരിയിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പ് നല്ല തിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിരിക്കും തോറും നല്ല തിക്കായി വരും കേട്ടോ. സാബുനരി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല തിക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് 3/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ടൊന്ന് നോക്കുന്നുണ്ട് കറക്റ്റ് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ചൂടാറിയിട്ടും തിക്ക് ഭയങ്കരമായിട്ട് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല തിക്കായിട്ടുള്ള 1ാം പാൽ തന്നെയാണ് എടുത്തിട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് പെട്ടെന്നുണ്ടായിരുന്നു. കുക്കറിലും കൂടി അടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. പെട്ടെന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ മത്തങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. ഇത് ചവ്വരി ചേർക്കാണ്ട് മത്തങ്ങ മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനും കേട്ടോ. അപ്പോൾ ചവ്വരിയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അതൊട്ട് ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്